ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും എത്തിയിട്ടുള്ളത് കുറച്ച് മീഷോ പ്രൊഡക്ട്സുമായിട്ടാണ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു കിച്ചൺ റാക്കാണ്. വുഡനിൽ വരുന്ന നല്ലൊരു അടിപൊളി കിച്ചൺ റാക്കാണ്. വൈറ്റ് ആൻഡ് ഈ ഒരു യെല്ലോ അല്ല, ഒരു വുഡൻ തീമിൽ തന്നെ വരുന്ന ഒരു കോമ്പിനേഷനായിട്ട് വരുന്നത്. ഇതുപോലെ 3 ടയറായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസും ആണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. കിച്ചണിൽ നമ്മളിതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കിച്ചൺ റാക്കിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 482 രൂപയായിരുന്നേ. ഇപ്പം മീഷോയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്രൈസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു വാങ്ങിച്ച പ്രൈസിന് ഇപ്പം കിട്ടണില്ല കേട്ടോ, പ്രൈസ് കൂടിയിട്ടുണ്ട്. എന്നാലും അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്കിതുപോലെ ഓരോ കിച്ചൺ പ്രൊഡക്ട്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ കിച്ചണിൽ കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു സൂപ്പർ ലുക്ക് നമ്മൾ കിച്ചണിന് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൽ എത്രത്തോളം എന്താ പറയുക, ജാറുകളൊക്കെ കൊള്ളുന്ന എത്രത്തോളം സ്പേഷ്യസ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഞാൻ വെച്ചിട്ടുള്ളത് വലിയ വലിയ കിച്ചൺ ജാറുകളാണ് കേട്ടോ. ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെതായാലും താഴെയുള്ള 2 സെറാമിക്കിൻ്റെ ആ ബൗൾ സെറ്റ് ഉണ്ടല്ലോ, ബൗൾ വിത്ത് ലിഡ്, അതൊക്കെ ആണെങ്കിലും വലുതാണ് കേട്ടോ. അപ്പം അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റാക്കാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയ ചെറിയ നമ്മൾ ബോട്ടിൽസൊക്കെ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കിച്ചണിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ, അതുപോലുള്ള ബോട്ടിൽസൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ വാങ്ങിച്ച പ്രൈസ് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് അറിയില്ല, പ്രൈസ് കൂടിയിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങിക്കാനാകുമ്പോഴേക്കും, ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും പ്രൈസ് കുറയോ എന്നുള്ളതും അറിയില്ല കേട്ടോ. മീഷോയിൽ അങ്ങനെ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും പ്രൈസ്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്. വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടം വരില്ല. പിന്നെ അത് സെറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്. നമുക്കത് കിട്ടുമ്പം സെപ്പറേറ്റ് ആയാണ് ഓരോ പാർട്ടും കിട്ടുക. പക്ഷേങ്കിൽ ഇത് സെറ്റ് ചെയ്യാൻ ഈസിയായി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതാ അടുത്ത പ്രൊഡക്റ്റ്, ഇത് കുറച്ച് കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. മീൻസ് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സാണ്. അതുപോലെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള 4 കളേഴ്സിലാണ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണ്, ഒരു ടൈപ്പ് പ്ലാസ്റ്റിക്. നമ്മളിങ്ങനെ ബെൻഡാവുന്ന ടൈപ്പിലുള്ളൊരു പ്ലാസ്റ്റിക് ഇല്ലേ, നമുക്ക് ഒരു എന്താ പറയുക, സിലിക്കണിൻ്റെ ഒരു മോഡൽ വരുന്ന ഒരു പ്ലാസ്റ്റിക്കില്ലേ, ആ ഒരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇതുപോലെ അതാ ലിഡിലും കംപ്ലീറ്റ് ഹോൾസ് ആയിട്ട്, അതുപോലെ താഴ്ഭാഗത്ത് ഹോൾസൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി കാണാൻ ഭംഗിയുള്ള 4 കളേഴ്സിൽ സെയിം സൈസിൽ വരുന്ന 4 കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 207 രൂപയായിരുന്നു കേട്ടോ ഈ 4 വരുന്നത്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. പക്ഷേങ്കിൽ ഈ ഒരു ലിഡ് എയർ ടൈറ്റ് അല്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കാന്നേ ഉള്ളൂ. പിന്നെ എയർ ടൈറ്റ് ആയിട്ടും കാര്യമില്ല, കാരണം മുകളിലൊക്കെ ഇതുപോലെ ഹോൾസ് ഉള്ളതാണ്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെക്കാനാണ് കേട്ടോ നല്ലത്. വെജിറ്റബിൾസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയായിരിക്കും കാണാനും. ഫ്രിഡ്ജിൽ ഒരുപോലെ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഫ്രിഡ്ജ് കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുന്നുണ്ട്, അവിടെ കൊടുക്കുക ലിങ്ക്. പെട്ടെന്ന് വാങ്ങിച്ചോളട്ടെ. ഇതിപ്പോൾ മീഷോയിൽ പുതിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ. ഇനിയിപ്പം അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുമ്പം പൊള്ളിച്ചെടുക്കൂലേ, നമ്മൾ സാധാരണ ഇങ്ങനെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഡയറക്റ്റായിട്ട് വെച്ചിട്ടല്ലേ ചപ്പാത്തി ഇങ്ങനെ പൊള്ളിച്ചെടുക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഡയറക്റ്റായി വെക്കുന്നതിന് പകരം ഈ ഒരു സംഭവം ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി നല്ല ഈസി ആയിട്ട് പൊള്ളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ മാത്രമല്ല, നമുക്ക് വെജിറ്റബിൾസൊക്കെ വാട്ടിയെടുക്കൂലേ ഓയിലില്ലാണ്ട്, ആ ഒരു മീൻസ് ചുട്ടെടുക്കൂലേ, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് സ്റ്റീലിലാണ് വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ ഒരു നെറ്റുമൊക്കെ സ്റ്റീലിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഈ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഹുക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 283 രൂപയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. അടുത്ത പ്രൊഡക്റ്റ് കുറച്ച് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. 6 കണ്ടെയ്നേഴ്സിൻ്റെ ഒരു സെറ്റാണ്. സത്യത്തിൽ ഇത് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേങ്കിൽ ഞാൻ ശരിക്കും ഓർഡർ ചെയ്തത് ഇതല്ല കേട്ടോ. ഞാൻ വേറൊരു ഫോട്ടോ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ കൈ കിട്ടിയപ്പോൾ ഈ കണ്ടെയ്നേഴ്സാണ്. ഞാൻ കുറച്ച് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടായത്, അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ. പക്ഷേ കൈ കിട്ടിയപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു
ബോട്ടിൽസ്. ഇതിൻ്റെ ബ്ലാക്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ബ്ലാക്ക് ലിഡ് വരുന്നതാണ്. നല്ല ക്വാളിറ്റി വരുന്ന പ്ലാസ്റ്റിക്കിൽ, നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിലുള്ള 6 കണ്ടെയ്നേഴ്സാണ്. ഞാൻ ഓർഡർ ചെയ്ത സംഭവം ഇതല്ലെങ്കിലും ഇത് അടിപൊളിയാണ് കേട്ടോ. കൈ കിട്ടിയപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് എന്താണെന്നുള്ള ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. പക്ഷേങ്കിൽ സംഭവം ഈ ഒരു കണ്ടെയ്നേഴ്സ് അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് 249 രൂപയായിരുന്നു കേട്ടോ. ഈ 6 വരുന്നതിന് 249 രൂപയ്ക്ക് ഈ ഒരു കണ്ടെയ്നർ സെറ്റ് എന്ന് പറഞ്ഞത് ലാഭമാണ്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നേഴ്സാണ്, എയർ ടൈറ്റ് ആണ് ലിഡ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. പിന്നെ അതാ അടുത്ത പ്രൊഡക്റ്റ്. ഇത് കുറച്ച് ഇതും കണ്ടെയ്നേഴ്സ് തന്നെയാണ്, പക്ഷേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ, അതായത് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡ്, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ചൂടോട് കൂടി എടുത്ത് വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. 5 വരുന്നൊരു സെറ്റാണ്. ഏറ്റവും വലുത് ഇതാണ്. ഒരുപാട് വലുപ്പമൊന്നുമില്ല, ഞാൻ തുറന്ന് കാണിച്ചതാ. ഇതുപോലെ ഇത്ര വലുപ്പത്തിൽ വരുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡും ഉണ്ട്. ഈ ഒരു ടൈപ്പിലുള്ള ലിഡാണ് കേട്ടോ, സിലിക്കണിൽ വരുന്ന ലിഡാണ്. 5 വരുന്ന ഈ ഒരു സെറ്റിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 299 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ലെഫ്റ്റ് ഓവർ ഫുഡും അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് എടുത്ത് വെക്കാൻ, അതുപോലെ കുറച്ച് സോസുകളൊക്കെ ഉണ്ടാവുമല്ലോ ബാലൻസ് വരുന്ന, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ കൊണ്ടുപോകാനും നല്ല യൂസ്ഫുൾ ആട്ടോ ഇത്. കുട്ടികൾക്ക് ഇത്ര ചെറിയ ടിഫിനൊക്കെ മതിയല്ലോ, അപ്പം അവർക്കും ആ ഒരു ഉപയോഗത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തോട് പിരിയാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.